രാഷ്ട്രീയകാര്യ സമിതി മാറ്റമില്ലാതെ തുടരും. ന്യൂഡൽഹിയിൽ KPCC ഭാരവാഹികൾ നടത്തിയ പ്രാഥമിക ചർച്ചയിലാണ് മാറ്റം വരുത്തേണ്ടതില്ലെന്ന തീരുമാനമുണ്ടായത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി KPCC ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. കിളിമാനൂരിൽ റാപ്പർ വേടന്റെ പരിപാടി മാറ്റിവെച്ചതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. കിളിമാനൂർ പോലീസാണ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 25ഓളം പേർക്കെതിരെയാണ് കേസ്. മെയ് 8-നായിരുന്നു വേടന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത്. പരിപാടിക്ക് LED സെറ്റ് ചെയ്യുന്നതിനിടെ ടെക്നീഷ്യൻ ലിജു ഗോപിനാഥ് ഷോക്കേറ്റ് മരണപ്പെട്ടു. ഇതോടെയാണ് വേടന്റെ പരിപാടി മാറ്റിവെച്ചത്. യൂത്ത് കോൺഗ്രസ് വിട്ടെത്തിയ AK ഷാനിബ് DYFI സംസ്ഥാന കമ്മിറ്റിയിൽ. P സരിൻ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെയാണ് ഷാനിബും പാർട്ടി വിട്ടത്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷാനിബ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് മാതൃസംഘടനയായ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വിട്ട് CPMന്റെ ഭാഗമായത്. പത്തനംതിട്ടയിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി KU ജനീഷ് കുമാർ MLA. കാട്ടാന ശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ വനംവകുപ്പ് പ്രദേശത്തെ ജനങ്ങളെ അനധികൃതമായി കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് MLA വിശദീകരിച്ചു. നക്സലുകൾ വീണ്ടും വരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും പറഞ്ഞത് അപ്പോഴത്തെ രോക്ഷത്തിൽ സംഭവിച്ചതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കളമശ്ശേരി സ്ഫോടന കേസിൽ സാക്ഷി പറയുന്നവരെ കൊല്ലുമെന്ന് ഭീഷണി. യഹോവ സാക്ഷികളുടെ PROയുടെ ഫോണിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. സാക്ഷി പറഞ്ഞാൽ യഹോവ സാക്ഷികളുടെ സമ്മേളനങ്ങളിലും കേന്ദ്രങ്ങളിലും ബോംബ് വെക്കുമെന്നും ഭീഷണിയുണ്ട്. 12-ന് രാത്രി വാട്സ്ആപ്പ് മുഖാന്തരമാണ് ഭീഷണി സന്ദേശം വന്നത്. സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന്റെ മർദ്ദനത്തിനിടയായ ജൂനിയർ അഭിഭാഷക ഷാമിലിയെ സന്ദർശിച്ച് നിയമമന്ത്രി P രാജീവ്. ഗൗരവമേറിയ സംഭവമാണെന്നും എല്ലാ പിന്തുണയും സർക്കാരും അഭിഭാഷകയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 5 മാസം ഗർഭിണിയായിരിക്കുമ്പോഴും അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് ഷാമിലി പറഞ്ഞു. കരിപ്പൂരിൽ വീണ്ടും വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി 3 സ്ത്രീകൾ കസ്റ്റംസിന്റെ പിടിയിലായി. മലേഷ്യയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. താമരശ്ശേരിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ ഭാര്യയെയും മക്കളെയും ക്രൂരമായി ആക്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. പനംതോട്ടിൽ നൌഷാദിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർതൃപീഡനം, കൊലപാതക ശ്രമം, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണൻ ഗവായി ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നവംബർ 23 വരെ ജസ്റ്റിസ് BR ഗവായി ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരും. ഗ്രീസിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 1:50ഓടെയാണ് ഭൂചലനമുണ്ടായത്. ജെറുസലേം, മധ്യ ഇസ്രായേൽ, തുർക്കി, ഈജിപ്ത്, ലിബിയ എന്നിവയുടെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു.